بسم الله الرحمن الرحيم. فحملته فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 970 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 22 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ്യ فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن نكلم اليوم إنسيا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 22 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നലെ വായിച്ചു തുടങ്ങിയ ഭാഗം മുതൽ സൂറത്ത് മറിയമിൽ വളരെ ശ്രദ്ധേയമായ ഒരു ചർച്ച നടക്കുകയാണ്. ഈ സൂറത്തിന്റെ പേര് അന്വർത്ഥമാകുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങിയ മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള വിവരണമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ വേദഗ്രന്ഥത്തിൽ മറിയം റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കുക എന്നാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന നിർദ്ദേശം. അവര് ബൈത്തുൽ മഖ്ദിസിന്റെ ഒരു കിഴക്ക് ഭാഗത്തായിട്ട് അങ്ങോട്ട് നീങ്ങിയ ആ ഘട്ടത്തിൽ ആ സന്ദർഭം പരാമർശിച്ചുകൊണ്ട് മറിയം റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി തന്റെ ഭജന ഗ്രഹത്തിന് ഒരു വിരിയിട്ടുകൊണ്ട് അവര് പ്രാർത്ഥനയിലും ആരാധനയിലുമായി ബൈത്തുൽ മഖ്ദിസിന്റെ കിഴക്ക് ഭാഗത്തോട് ചേർന്നുള്ള ഒരിടത്ത് തന്റെ താവളം ഉറപ്പിച്ച ആ സന്ദർഭത്തിൽ അർസൽന ഇലൈഹ റൂഹന,
നാം നമ്മുടെ സന്ദേശവാഹകനായിട്ട് റൂഹുൽ ഖുദ്സിനെ അങ്ങോട്ട് അയക്കുകയും അദ്ദേഹം അവർക്ക് തികവാർന്ന ഒരു പുരുഷനായിട്ട്, ഒരാളായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ മറിയം റളിയല്ലാഹു അൻഹ ഒരു ശരണ പ്രാർത്ഥനയാണ് ആ ഘട്ടത്തിൽ നടത്തുന്നത്. ഞാൻ കാരുണ്യവാനായ റബ്ബില് താങ്കളിൽ നിന്ന് അഭയം തേടുകയാണ്. താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ എന്റെ നിലപാട് കാരുണ്യവാനായ അള്ളാഹുവിൽ അഭയം തേടുക എന്നതാണ്. ഇതാണ് മറിയം റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായത്. അപ്പോ മലക്ക് ജിബ്രീൽ പറയുന്നത്, ഇന്നമ അന റസൂലു റബ്ബിക്ക്, നിശ്ചയമായിട്ടും ഞാൻ മറിയമേ താങ്കളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ദൂതൻ മാത്രമാണ്. ഞാൻ വന്നിരിക്കുന്നത് ലിഅഹബലകി ഗുലാമൻ സക്കിയ, പരമവിശുദ്ധനായ ഒരു പുത്രനെ താങ്കൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിക്കുന്നത്. മറിയം റളിയല്ലാഹു അൻഹ ആശ്ചര്യത്തോടു കൂടി പറയുന്നത്, ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലാത്ത, വിവാഹിതയല്ലാത്ത, അതുപോലെ ദുർനടപ്പ് ആഗ്രഹിക്കുകയോ അത്തരം രീതിയിൽ ജീവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത എനിക്ക് എങ്ങനെയാണ് ഒരു പുത്രൻ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ജിബ്രീൽ അലൈഹി ഇസ്ലാം നൽകിയ മറുപടി, കദാലിക്ക്, അതങ്ങനെ സംഭവിക്കും, അത് താങ്കളുടെ റബ്ബിന്റെ തീരുമാനമാണ്, ആ നിശ്ചയപ്രകാരം അത് സംഭവിക്കുക തന്നെ ചെയ്യും. മാത്രവുമല്ല, താങ്കളുടെ റബ്ബ് പറയുന്നത് ഇങ്ങനെയാണ്, ഹുവ അലയ്യ ഹയ്യിനുൻ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമാണ്, ലളിതമാണ്. മാത്രവുമല്ല, നാം താങ്കൾക്ക് നൽകാൻ പോകുന്ന ആ സന്താനം വലിനജഅലഹു ആയത്തൻ ലിന്നാസ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൃഷ്ടാന്തമായിരിക്കും. സ്ത്രീ പുരുഷ സംസർഗം ഇല്ലാതെ തന്നെ അള്ളാഹുവിന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്താനും ആ കുഞ്ഞ് ജനിക്കാനും ഒക്കെ കാരണമാകുന്ന വിധത്തിലുള്ള ആസൂത്രണം ചെയ്യാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല എന്നത് അവരുടെ കൺമുന്നിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടിയാണ് നമ്മുടെ ഈ നടപടി. മാത്രമല്ല, വറഹ്മതൻ മിന്ന, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കാരുണ്യമായിരിക്കും അവർ. വകാന അംറൻ മഖ്ദിയ, അത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്, നടപ്പിലാക്കപ്പെടാൻ പോകുന്ന, യാതൊരു തടസ്സവുമില്ലാത്ത, ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാനിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നാണ് ആ ഘട്ടത്തിൽ മറിയം റളിയല്ലാഹു അൻഹയോട് അറിയിക്കപ്പെടുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അവരെ അറിയിച്ച വിധത്തിലാണ്, അല്ലെങ്കിൽ അള്ളാഹു ചുമതലപ്പെടുത്തിയ പ്രകാരം മലക്ക് മറിയം റളിയല്ലാഹു അൻഹയെ അറിയിച്ച വിധത്തിലാണ് ആ കാര്യങ്ങളുടെ വിവരണം. അതിനെ തുടർന്നാണ് മറിയം റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി പല വിശദാംശങ്ങളും നൽകപ്പെടുന്നത്. നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകൾ ഇതിനെ തുടർന്നുള്ള ഏതാനും ആയത്തുകളാണ്. ഫഹമലതുഹു, അങ്ങനെ അതേ തുടർന്ന് മറിയം റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. ഇവിടെ പറയപ്പെട്ട ആ കുഞ്ഞിനെ ഗർഭം ചുമന്നു. ഫഹമലതുഹു, മറിയം ആ കുഞ്ഞിനെ, ഇവിടെ അള്ളാഹു പ്രവചിച്ചിട്ടുള്ള വിധത്തിലുള്ള ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ, ഇങ്ങനെ ഗർഭം ധരിച്ചു, ഗർഭിണിയായിക്കൊണ്ട് ആ കുഞ്ഞിന്റെ ഗർഭവും കയറിക്കൊണ്ട് മറിയം റളിയല്ലാഹു അൻഹ അങ്ങനെ ബൈത്തുൽ മഖ്ദിസിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ കാലം, ഫന്തബദത് ബിഹി,
ആ കുഞ്ഞിന്റെ ഗർഭവുമായിട്ട് അവര് നീങ്ങി. മക്കാനൻ ഖസിയ, അകലെയുള്ള ഒരിടത്തേക്ക്, ഒരു അകന്ന പ്രദേശത്തേക്ക് അവര് നീങ്ങുകയുണ്ടായി. ബൈത്തുൽ മഖ്ദിസില് അവര് കഴിഞ്ഞുകൂടിയിരുന്ന മിഹ്റാബിൽ നിന്ന് അവര് ജനങ്ങളുടെ ശ്രദ്ധയില് വീണ്ടും വീണ്ടും വരുന്ന വിധത്തിലുള്ള ഒരു ഇടം ഉപേക്ഷിച്ചുകൊണ്ട് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് അവർ നീങ്ങിയായിരുന്നു. ബൈത്തുൽ മഖ്ദിസ് ധാരാളം ആളുകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ആരാധനക്കായിട്ട് പ്രാർത്ഥനകൾക്കായിട്ട് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ആ പ്രദേശത്ത് നിന്ന് അകലെയുള്ള ഒരിടത്തേക്ക് അവര് മാറി നീങ്ങിപ്പോയി. മറിയം റളിയല്ലാഹു അൻഹ സ്വന്തം കുടുംബക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മസ്ജിദുൽ അഖ്സയിൽ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽ നിന്നുമൊക്കെയായി മക്കാനൻ ഖസിയ, ഒരു വിദൂരമായ ഒരിടത്തേക്ക് അകന്നുപോയി. ഈ നേരത്തെ ഭജനം ഇരുന്നിരുന്ന ഈ ഭജനഗ്രഹം, മിഹ്റാബ് ഉപേക്ഷിച്ചുകൊണ്ട് കുറച്ച് അകലേക്കായിട്ട് അവര് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അകന്നു മാറി പോയി. ആ പ്രദേശത്തെ മക്കാനൻ ഖസിയ എന്നാണ് ഇവിടെ അള്ളാഹു വിവരിക്കുന്നത്. അഖ്സ എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന പരാമർശത്തിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും അകലെയുള്ളത് എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. മസ്ജിദുൽ അഖ്സ എന്ന പേര് വരുന്നത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് മസ്ജിദുൽ ഇഹ്റാമിന്റെ പരിസരത്ത് നിന്ന് വളരെ അകലെയായിട്ടുള്ള ഒരു മസ്ജിദ് എന്ന നിലക്കാണ് ആ പേര് പ്രയോഗിക്കപ്പെട്ടു വന്നത്. പിന്നീട് ആ പേര് മസ്ജിദുൽ അഖ്സ എന്നത് ബൈത്തുൽ മുഖദ്ദിസ് എന്നുള്ള പേരിലും, അതുപോലെ വേറെ മസ്ജിദുൽ അഖ്സ, അതുപോലെ മറ്റു പല പേരുകളിലും ഈ കേന്ദ്രം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ അഖ്സ എന്ന ഈ ഖസിയ എന്ന ഈ പ്രയോഗം വരുന്നത് അതിന്റെ ഭാഷാപരമായ ഒരു സൂചന മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പരാമർശിച്ചത്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഒരല്പം അകലെയായിട്ടുള്ള ഒരിടത്തേക്കാണ് മറിയം റളിയല്ലാഹു അൻഹ അവിടുന്ന് ആ ഭജനഗ്രഹം വിട്ടുകൊണ്ട് പോയത്. ചരിത്ര സ്രോതസ്സുകളെ അവലംബിച്ചുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ജെറുസലേമിനോട് അടുത്ത ബത്ലഹേം എന്ന പ്രദേശമാണ് എന്ന് കാണാൻ കഴിയും. ബത്ലഹേം എന്ന പ്രദേശത്താണ് ഈസാ അലൈഹി ഇസ്ലാം പിറവിയെടുക്കുന്നത്. ബൈത്തുൽ ലഹം എന്നാണ് അതിന്റെ അറബി രൂപം. അത് ഒരു അറവ് കേന്ദ്രം അല്ലെങ്കിൽ മാംസം ഉണ്ടാക്കി തയ്യാറാക്കി വിൽപ്പന നടത്തുന്ന ഒരിടം എന്നൊക്കെ ആയിരിക്കണം അറബി ഭാഷയിൽ അതിന്റെ സൂചന. ബൈത്തുൽ ലഹം മലയാളത്തില് ക്രൈസ്തവ പശ്ചാത്തലത്തില് ബത്ലഹേമിലെ പുൽക്കൂട് എന്നൊക്കെയാണ് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ളത്. എന്നാലും മറിയം റളിയല്ലാഹു അൻഹ കുറച്ച് അകലെയുള്ള ഒരിടത്തേക്ക് മാറി നിന്നു. ആ സ്ഥലം ബത്ലഹേം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നത്, മറിയം ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ ഗർഭിണി എന്നുള്ള നിലക്ക് നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു വളർച്ചയൊക്കെ കുട്ടി വയറ്റിൽ പ്രാപിച്ചപ്പോ മസ്ജിദുൽ അഖ്സയിലെ ആ മിഹ്റാബ് വിട്ടുകൊണ്ട് കുറച്ചകലെ ഒരിടത്തേക്ക് ബത്ലഹേമിലേക്ക് നീങ്ങി അകന്നുപോയി. എന്നിട്ട് തുടർന്ന് ലേബർ പെയിൻ, പ്രസവ വേദന അവരെ കൊണ്ടുചെന്നെത്തിച്ചു. ഇലാ ജിദ്ഇൻ നഖ്ല, ഒരു ഈത്തപ്പന തടിയുടെ അടുക്കലായിട്ട്. ഒരു ഈത്തപ്പന മരത്തിന്റെ ജിദ്ഇ എന്ന് പറഞ്ഞാല് അതിന്റെ ട്രങ്കാണ്, അതിന്റെ മുഖ്യമായ ആ മരം.
അതാണ്. അപ്പോ ഈത്തപ്പന മരത്തിന്റെ തടിയുടെ അടുക്കലായി എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലേക്ക് അവരെ എത്തിച്ചു. പ്രസവ വേദന കാരണമായി അവര് ഒരിടത്തുനിന്ന് അങ്ങനെ നീങ്ങി ഒരു ഈത്തപ്പന വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തുകയുണ്ടായി. കാലത്ത് ആ ഘട്ടത്തില് മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയ കാര്യം ഇങ്ങനെയാണ്: യാ ലൈതനീ മിത്തു ഖബ്ല ഹാദ, ഇതിന് മുമ്പായിട്ട്, ഇത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് അവര് പറയുന്നത്. മറിയം റളിയല്ലാഹു അൻഹ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഗർഭധാരണമാണല്ലോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്ക് ജിബ്രീൽ അവരെ ഗർഭിണിയാകാൻ പോകുന്നു എന്ന് അറിയിക്കുകയാണ് ഉണ്ടാവുന്നത്. അതിനെ തുടർന്ന് അവര് ഗർഭം ചുമന്നുകൊണ്ട് മസ്ജിദുൽ അഖ്സായിൽ തന്നെ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിച്ചു കൂട്ടി. പിന്നീട് അവരവിടുന്ന് അകന്ന് മാറി ദൂരെ ഒരിടത്തേക്ക് പോയി, അഥവാ ബെത്ലഹേമിലേക്ക് എത്തി. അവിടെ പ്രസവ വേദന എടുത്തപ്പോ അവര് ഒരു ഈത്തപ്പന വൃക്ഷത്തിന്റെ ചുവട്ടിലും എത്തുകയുണ്ടായി. ആ ഘട്ടത്തില് പ്രസവ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനസ്സംഘർഷം വളരെ കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തില് മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞു പോകുന്നത് യാ ലൈതനീ മിത്തു ഖബ്ല ഹാദ, ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന്റെ മുമ്പായി ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് അവര് പറഞ്ഞു പോകുന്നത്. അവര് മാനസികമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. തന്റെ ഗർഭം എങ്ങനെയുണ്ടായി എന്നത് ജനങ്ങളോട് വിവരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലാണല്ലോ അവരുള്ളത്. ആളുകൾ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വിശേഷിച്ച് മറിയം റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ഒരു യുവതിയുടെ കാര്യത്തില് അവരുടെ മാതാപിതാക്കളും അതുപോലെ അടുത്ത കുടുംബ ബന്ധുക്കളുടെയും ഒക്കെ മത ധാർമ്മിക സദാചാര പശ്ചാത്തലമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവര് എങ്ങനെ മറിയമേ, നിന്നെ പോലെയുള്ള ഒരു യുവതി ഇങ്ങനെയുള്ള ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി എന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇത് അവരിൽ വല്ലാത്ത മാനസികമായ ക്ലേശമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് ഇതൊക്കെ ജനങ്ങൾ അറിയാൻ ഇടയാകുന്നതിന്റെ മുമ്പായി ഇതെല്ലാം അങ്ങ് ഒടുങ്ങി തീർന്നിരുന്നെങ്കിൽ എന്ന് അവർ കൊതിച്ചു പോയത്. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദ, ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന്റെ മുമ്പ്, ഇതെല്ലാവരും അറിയാൻ അവസരമാകുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. വകുന്തു നസിയം മൻസിയ, ഞാനൊരു ഒരു ഒരു നിലക്കും ഓർമ്മിക്കപ്പെടേണ്ടതില്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞേനെ എന്നാണ്. ഒരു എഴുത്തും കുറിയും ഒന്നും ഇല്ലാത്ത ഒരാളായിട്ട് ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് മറിയം റളിയല്ലാഹു അൻഹ കൊതിച്ചു പോകുന്നത്. ഇത് സംഭവിക്കുന്നതിന്റെ മുമ്പായി ഞാനങ്ങ് മരിച്ചു പോവുകയും അതുപോലെ ഞാൻ നസിയം മൻസിയായിട്ട്, നസി എന്ന് പറഞ്ഞാൽ വിസ്മൃതി, മൻസി എന്ന് പറഞ്ഞാൽ വിസ്മരിക്കപ്പെട്ട ഒരു സംഗതി, രണ്ടും സമാനമായ അർത്ഥതലത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഞാൻ ആരും ഒരാളും തന്നെയും ഓർക്കേണ്ടതില്ലാത്ത വിധത്തില് പൂർണ്ണമായി വിസ്മൃതിയിലായി പോയ ഒരാളായി അങ്ങ് മരിച്ച് മണ്ണടിഞ്ഞ് പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് മറിയം റളിയല്ലാഹു അൻഹ അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇമ്രാൻ തനിക്ക് ജനിക്കുന്ന കുഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അതിനെ നേർച്ചയാക്കും, പൂർണ്ണമായിട്ട് ദൈവിക സേവനത്തിന് വേണ്ടി നേർച്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞ് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് ഇമ്രാന് അവരുടെ വാർദ്ധക്യമെത്തിയ കാലത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നതും ആ കുഞ്ഞിനെ അവര് നേരത്തെ പ്രകടിപ്പിച്ച ആഗ്രഹപ്രകാരം തന്നെ മസ്ജിദുൽ അഖ്സായിലേക്ക്
വചനമിരിക്കുന്നതിന്, പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നതിനൊക്കെ വേണ്ടി, അതുപോലെ മസ്ജിദുൽ അഖ്സയുടെ സേവനങ്ങൾക്കൊക്കെ ആയിട്ട് ആ കുഞ്ഞിനെ നൽകുകയുണ്ടായത്. അപ്പോ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തൊരു കുഞ്ഞാണത് എന്നത് വ്യക്തമാണ്. അതാണ് മറിയം റളിയല്ലാഹു അൻഹ. ഈ വിശുദ്ധയായ, ഏറ്റവും പരിശുദ്ധമായ ജീവിത രീതികൾ പിന്തുടർന്നു വന്ന മറിയം റളിയല്ലാഹു അൻഹയെയാണ് അള്ളാഹു സക്കീ എന്ന പേരില് അള്ളാഹു വിവരിച്ചിട്ടുള്ള ഒരു കുഞ്ഞ്, ഈസ അലൈഹിസ്സലാം. ആ ഈസ അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കാൻ, അവരുടെ ഉമ്മയാകാൻ അള്ളാഹു തെരഞ്ഞെടുക്കുകയുണ്ടായി. മറിയം റളിയല്ലാഹു അൻഹാക്ക് അത് സൃഷ്ടിക്കുന്ന ആ കാലഘട്ടത്തിലെ ആ സാഹചര്യവുമായിട്ടുള്ള സംഘർഷം, അതൊക്കെ ഓർക്കുമ്പോ ഇതൊന്നും സംഭവിക്കുന്നതിന് മുമ്പായി ഞാനങ്ങ് മരിച്ചു മറന്നു പോയിരുന്നെങ്കിൽ, ഞാൻ പൂർണ്ണമായി വിസ്മരിക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്നാണ് അവര് കൊതിച്ചു പോയത്. അങ്ങനെയാണ് അവര് പറയുകയുണ്ടായത്. എന്നാൽ അള്ളാഹു അവന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത്. മറിയം റളിയല്ലാഹു അൻഹയെ ചരിത്രത്തിൽ അങ്ങനെ മറന്നു പോകേണ്ട ഒരാളായിട്ടല്ല അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്. എന്നെന്നും സ്മരിക്കാൻ ഇടയാകുന്ന വിധത്തിലുള്ള ഒരു വളരെ പ്രധാനമായ ഒരു പദവിയിലേക്കാണ് അള്ളാഹു അവരെ ഉയർത്തുകയുണ്ടായത്. മാനവ സമൂഹം ഒരിക്കലും തന്നെ മറന്നു പോകാൻ പാടില്ലാത്ത പ്രവാചകൻ ഈസ അലൈഹിസ്സലാം. ആ ഈസ അലൈഹിസ്സലാമിന് അസാധാരണമായ വിധത്തിൽ ജന്മം നൽകുക, അതിലൂടെ മനുഷ്യ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണ് മറിയം റളിയല്ലാഹു അൻഹക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന ജീവിത ഭാഗധേയം. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ, എന്നെ എല്ലാവരും അങ്ങ് മറന്നു പോയിരുന്നെങ്കിൽ എന്ന് മാനസികമായ ആ ഘട്ടത്തിലെ അസ്വസ്ഥതകൾ കാരണമായിട്ട് മറിയം റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചിട്ടുണ്ടാകും, അത് പറഞ്ഞു പോയിട്ടും ഉണ്ടാകും. പക്ഷെ അള്ളാഹു അവർക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഒരു വിസ്മൃതയാവുക അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടുക എന്ന ഒരു രീതിയിൽ ജീവിച്ച് മരിച്ചു പോകാൻ വേണ്ടിയല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ചരിത്രത്തില് അലങ്കരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പൊ ഫനാദാഹ മിൻ തഹ്തിഹ, അപ്പോഴാണ് അവരെ വിളിക്കുകയുണ്ടായത്, അവൻ വിളിക്കുകയുണ്ടായത്. അള്ളാഹു അവന്റെ മലക്കിനെ ചുമതലപ്പെടുത്തിയ പ്രകാരം മലക്ക് മറിയം റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കാം. അല്ലാ തഹ്സനി, നീ ദുഃഖിക്കേണ്ടതില്ല മറിയമ്മേ, നീ ദുഃഖിക്കരുത്. ഖദ് ജഅല റബ്ബുക്കി തഹ്തക്കി സരിയ, നിന്റെ കീഴിലായി, നിന്റെ താഴ്ഭാഗത്തായിട്ട് നാം ഒരു അരുവി പ്രവഹിപ്പിച്ചിട്ടുണ്ട്. അത് ജഅല റബ്ബുക്കി, നിന്റെ റബ്ബ് നിനക്കായിട്ട് പ്രവഹിപ്പിച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. തഹ്തക്കി, നിന്റെ കീഴ്ഭാഗത്തായിട്ട്. സരിയ, ഒരു അരുവി തന്നെ ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട് നിന്റെ കീഴ്ഭാഗത്തായിട്ട്. വഹുസി ഇലൈക്കി ബിജിദ്ഇൻ നഖ്ല, നീ കാണുന്ന ആ ഈത്തപ്പന വൃക്ഷത്തിന്റെ ആ തടി നിന്റെ ഭാഗത്തേക്കൊന്ന് വലിച്ചു കുലുക്ക്. അതാണ് അള്ളാഹു നൽകുന്ന മറ്റൊരു നിർദ്ദേശം. നിന്റെ കാൽപാദത്തിന് കീഴെയായി അതാ ഒരു അരുവി നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നിന്റെ പാർശ്വത്ത് തന്നെയുള്ള ആ ഈത്തപ്പന വൃക്ഷത്തെ നിന്റെ ഭാഗത്തേക്കൊന്ന് പിടിച്ചു വലിക്കി. തുസാഖത്ത് അലൈക്കി, അത് നിനക്ക് കൊഴിച്ചിട്ട് തരും. റുതബൻ ജനീയ, പാകമായ നല്ല ഫ്രഷായ ഈത്തപ്പഴങ്ങൾ. ഇതാണ് അള്ളാഹു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മറിയം റളിയല്ലാഹു അൻഹയോട് പറയുന്നു. മറിയമേ, നീ ഒരു കാരണവശാലും വിഷമിക്കണ്ട. നിന്റെ സംരക്ഷണവും നിനക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ ഇവിടെ നിർവഹിക്കപ്പെടുന്നതിന് ഏർപ്പാട് നാം ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് താഴേക്ക് നോക്കൂ. നിന്റെ പാദങ്ങൾക്കരികിലായിട്ട് താഴ്ഭാഗത്ത് ഒരു അരുവി ഒഴുകുന്നത് നീ കാണുന്നില്ലേ?
നാം നിനക്കായിട്ട് തയ്യാറാക്കിയതാണ്. അതുപോലെ നിന്റെ പാർശ്വത്ത് ഒരു ഈത്തപ്പന വൃക്ഷം കാണുന്നില്ലേ? അതിന്റെ തടി ഒന്ന് നീ നിന്റെ ഭാഗത്തേക്കായിട്ടൊന്ന് വലിക്കൂ. അത് നിനക്ക് നല്ല പാകമായ പുതിയ ഈത്തപ്പഴം ഒഴിച്ചിട്ട് തരും. ഇതാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. മറിയം റളിയല്ലാഹു അൻഹ യാതൊരു നിലക്കും മനോവിഷമം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടതില്ല. അവരുടെ സംരക്ഷണത്തിന്, അവരുടെ പ്രസവത്തിന്, അവരുടെ ലേബർ കെയറിന് ഒക്കെ സംവിധാനങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ്. നല്ല ശുദ്ധജലം ഒഴുകുന്ന ഒരു അരുവി, മറിയമിന് ദാഹം അകറ്റാനും പ്രസവം എളുപ്പമാക്കാനും ഉപകരിക്കുന്ന വിധത്തില് നല്ല ശുദ്ധമായ ജലം ആ അരുവിയിൽ നിന്ന് ഈ പാനം ചെയ്തോളൂ. ഇതാണ് ഒരു നിർദ്ദേശം. രണ്ടാമത്തത് വഹുസി ഇലൈക്കി ബിജിദഇൻ നഖ്ല. ആ ഈത്തപ്പന മരത്തിന്റെ തടിയൊന്ന് നീ നിന്റെ അടുക്കലേക്ക് വലിക്കി, നിന്റെ ഭാഗത്തേക്കായിട്ട് അതിനെ ഒന്ന് കുലുക്ക്. ഈത്തപ്പന വൃക്ഷത്തെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം, അതിന്റെ ട്രങ്ക്, അതിന്റെ ജിതഴ് അങ്ങനെ കുലുക്കാനൊന്നും പറ്റണതല്ല. വലിയ വേരോട്ടം നേടിയിട്ടുണ്ടാവുന്ന, ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന നല്ല വണ്ണമുള്ള ഒരു വൃക്ഷമാണ് ഈത്തപ്പന. ഈത്തപ്പന വൃക്ഷം അതിന്റെ തടി കുലുക്കിയിട്ട് പാകമായ ഈത്തപ്പഴം താഴേക്ക് വീഴുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയൊന്നും ഈത്തപ്പനയെ കുറിച്ച് അറിയുന്നവർക്ക് അത് മനസ്സിലാവും. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. കയറി പറിക്കുകയോ അല്ലെങ്കിൽ പാകമായത് സാധാരണ പഴുപ്പധികമായിട്ട് കൊഴിഞ്ഞു വീഴുകയോ ചെയ്യല്ലാതെ ഈത്തപ്പന മരം അതിന്റെ തടി കുലുക്കിയത് കൊണ്ട് അതിന്ന് പഴങ്ങൾ കൊഴിഞ്ഞു വീഴാറില്ല. അങ്ങനെ പഴം കൊഴിഞ്ഞു വീഴാൻ കാരണമാകുന്ന വിധത്തില് ഈത്തപ്പന വൃക്ഷം കുലുക്കുക എന്നത് ഒരു സാധാരണ രീതിയിൽ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത്രയും ഫേമായി നിൽക്കുന്ന ഒരു ഉറച്ച വൃക്ഷമാണത്. അതിന്റെ ഇലകളൊന്നും നമ്മൾ തടി കുലുക്കിയത് കൊണ്ട് ഇളക്കുള്ളതാവില്ല. അതിന്റെ കുരലിലെ ഈത്തപ്പന കൊലച്ചില്ല ഇളക്കാനൊന്നും അതിന്റെ തടി കുലുക്കിയിട്ട് സാധിക്കുകയില്ല. ഇവിടെ അള്ളാഹു നൽകുന്ന നിർദ്ദേശം മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഈത്തപ്പന വൃക്ഷത്തെ തന്റെ നേരെ ഒന്ന് പിടിച്ചു വലിക്കാനാണ്. ഇത് ശ്രദ്ധേയമായൊരു വായന. മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവം എളുപ്പമാകാനുള്ള, ലേബർ പ്രോസസ് എളുപ്പമാകാനുള്ള ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തതാകാനാണ് സാധ്യത എന്നാണ്. ഈത്തപ്പന വൃക്ഷം പഴുത്ത് പാകമായ ഈത്തപ്പഴങ്ങൾ, ഫ്രഷായ ഈത്തപ്പഴങ്ങൾ കൊഴിച്ചിട്ട് കൊടുക്കും. അത് മരം കുലുക്കിയത് കൊണ്ടൊന്നും സംഭവിച്ചോളണമെന്നില്ല എന്നതാണ് മനസ്സിലാക്കപ്പെടുന്നത്. എന്തായാലും ഈത്തപ്പഴം, ഫ്രഷ് ഡേറ്റ്സ്, റുത്തബ് കാറ്റഗറിയിൽ പെടുന്ന ഈത്തപ്പഴത്തിന് അറബി ഭാഷയിൽ ഒരുപാട് വാക്കുകളാണ്. ഒട്ടകങ്ങൾക്കുള്ള പോലെ തന്നെ ഒട്ടകങ്ങളും അറബികളുടെ നിത്യജീവിതവുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് ഇത് രണ്ടിനും അറബി ഭാഷയിൽ ധാരാളം വാക്കുകളുണ്ട്. വ്യത്യസ്തമായ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി മനസ്സിലാക്കപ്പെടുന്ന വാക്കുകളും സൂചനകളുമാണത്. അപ്പോ നീ ഈത്തപ്പന വൃക്ഷം നിന്റെ ഭാഗത്തേക്കൊന്ന് പിടിച്ചു കുലുക്ക് എന്നാണ് നിർദ്ദേശം. അപ്പോൾ ലേബർ പെയിൻ അല്ലെങ്കിൽ ലേബർ പ്രോസസ് എളുപ്പമാക്കുന്ന ഒരു ആക്ഷനാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ഈത്തപ്പന വൃക്ഷം തന്റെ ഭാഗത്തേക്കായിട്ട് പിടിച്ചു വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രസവത്തിന് എളുപ്പമാകുന്ന വിധത്തില് ഒരു ഫോഴ്സ് ശരീരത്തിൽ അപ്ലൈഡ് ആവും. അപ്പോ മറിയം റളിയല്ലാഹു അൻഹയുടെ പ്രസവ പ്രക്രിയ എളുപ്പത്തിൽ നടക്കാൻ ഒരു സാധ്യത അത് വർദ്ധിപ്പിക്കും. മാത്രവുമല്ല, ഇവിടെ പരാമർശിക്കപ്പെട്ട റുതബുൻ ജനി എന്ന് പറയുന്ന പഴുത്ത് പാകമായ ഫ്രഷ് ആയ ഡേറ്റ്സ്, അത് കഴിക്കുന്നതും പ്രസവ പ്രക്രിയ എളുപ്പമാക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് മെഡിക്കൽ സയൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. വൈദ്യശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒക്കെ തന്നെ
ലേബർ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ പഴുത്ത് പാകമായ ഫ്രഷായ ഈത്തപ്പഴം കൊടുക്കുന്നത് ഗുണകരമാണ് എന്ന നിലക്ക് നിരീക്ഷിക്കുന്നത് കാണാൻ കഴിയും. എന്തായാലും അള്ളാഹു മറിയം റളിയല്ലാഹു അൻഹാക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതിന് ഈ വക ഗുണങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നതിനും ആ നിലക്ക് മനസ്സിലാക്കുന്നതിനും തെറ്റൊന്നുമില്ല എന്ന് ഞാൻ കാണുന്നുള്ളൂ. ആ ഘട്ടത്തില് ഈ 3 കാര്യങ്ങൾ, ഈ ശുദ്ധജലം കുടിച്ചതും ഈത്തപ്പന വൃക്ഷം തന്റെ ഭാഗത്തേക്ക് വലിച്ചതും പനമരം കൊഴിച്ചിട്ട ആ പുതിയ ഫ്രഷായ പഴുത്ത് പാകമായ ഈത്തപ്പഴം കഴിക്കുന്നതും ഒക്കെ മറിയം റളിയല്ലാഹു അൻഹയുടെ ആ പ്രസവ പ്രക്രിയ എളുപ്പമാകുന്നതിന് സഹായകമായിട്ടുണ്ടാവണം. ഫകുലി വഷ്റബി, എന്നിട്ട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം, മറിയമേ നീ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വഖർരി ഐന, നീ നിന്റെ കണ്ണുകളെ കുളിർമയുള്ളതാക്കുകയും ചെയ്യുക. 3 കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും നിർദ്ദേശിക്കുന്നത്. ഒന്ന് ഭക്ഷിക്കുക, രണ്ടാമത്തത് കുടിക്കുക. അപ്പോ ഇവിടെ തിന്നാൻ വേണ്ടത് എന്താണ് അവിടെ ഉള്ളതെന്നുള്ളത് വ്യക്തമാണ്. പാകമായ ഈത്തപ്പഴമുണ്ട്, അത് തിന്നുകൊള്ളാനാണ് ഇവിടെ നിർദ്ദേശം നൽകപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ വഷ്റബി, കുടിക്കാൻ പറയുന്നുണ്ട്. കുടിക്കാൻ വേറെ വല്ലതും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അവിടെ ശുദ്ധജലം ഒഴുകുന്ന ഒരു സ്ട്രീം മറിയമ്മിന് കയ്യെത്തി വെള്ളം എടുക്കാൻ കഴിയുന്ന വിധത്തിൽ അരികത്തായിട്ട് തന്നെ അള്ളാഹു അവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കാനാണ് നിർദ്ദേശം നൽകുന്നത് എന്ന് കാണാം. അതുപോലെ ഖരീഅയിന, നിന്റെ കണ്ണുകളെ നീ ആശ്വാസം അനുഭവിക്കുന്നതാക്കണം, കുളിർമയുള്ളതാക്കണം. ഈ 3 സംഗതികളും ഗർഭിണികൾക്ക്, പ്രത്യേകിച്ച് പ്രസവം അടുത്ത ഘട്ടത്തില് വളരെ ഫലം ചെയ്യുന്ന ഗുണകരമായ സംഗതിയാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. മനസ്സിന് നല്ല സമാധാനം കിട്ടണം. കണ്ണുകള് സമാധാനം കൊണ്ട് കുളിരണിയണം. അതുകൊണ്ടാണ് പല സ്ത്രീകളും പ്രസവഘട്ടത്തിൽ ഭർത്താവ് തന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതൊക്കെ. അല്ലെങ്കിൽ അവർക്ക് ആരുടെ സാന്നിധ്യമാണോ മനസ്സമാധാനം നൽകുന്നത്, പലർക്കും ഉമ്മയായിരിക്കും. അങ്ങനെ അടുത്ത ബന്ധുക്കളുടെ, തങ്ങൾക്ക് മനസ്സിനേറെ ആശ്വാസം പകരുന്ന തരം ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കാറുള്ളത് ഈ ഖുറത്തുൽ ഐൻ എന്ന് പറയാവുന്ന കണ്ണുകളുടെ ഈ കുളിരണിയലാണ്. അത് അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. പ്രസവം എളുപ്പമാകുന്നതിനും കുഞ്ഞ് വളരെ ആരോഗ്യത്തോടു കൂടി ഭൂമുഖത്തെത്തുന്നതിനും ഒക്കെ വളരെയേറെ സഹായകമാവുന്ന കാര്യങ്ങളാണ് ഈത്തപ്പഴം ഭക്ഷിക്കുന്നതും ഈ ഫ്രഷായ ശുദ്ധജലം കുടിക്കുന്നതും. അതുപോലെ കണ്ണുകളെ വെപ്രാളപ്പെടുന്നത് അവസാനിപ്പിച്ചിട്ട് ആശ്വാസം അനുഭവിക്കുന്ന, കണ്ണുകൾക്ക് കുളിരണിയാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അപ്പോ മനോവിഷമത്തിൽ കഴിയുന്ന ഒരവസ്ഥയിലാണെങ്കിൽ പെണ്ണ് ഗർഭിണിയായ പ്രസവിക്കാനിരിക്കുന്ന പെണ്ണ് വലിയ വെപ്രാളവും മനോവിഷമവും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അത് ആ പ്രസവ പ്രക്രിയയെയും ബാധിക്കും, ആ കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ബാധിക്കും എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അതൊന്നും ഇല്ലാത്ത വിധത്തില് ശാന്തമായി ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് ആവശ്യത്തിന് ജലപാനം ചെയ്ത് കണ്ണുകളെ കുളിരണിഞ്ഞതാക്കി കഴിയണം എന്നാണ് മറിയം റളിയല്ലാഹു അൻഹാക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം. ഇനി പ്രായോഗികമായിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുകൂടി ആ ആയത്ത് വ്യക്തമാക്കുന്നുണ്ട്. മറിയം റളിയല്ലാഹു അൻഹയുടെ ആ അവസ്ഥയിൽ ആളുകൾ ഓരോന്ന് ചോദിക്കാനിടയുണ്ടല്ലോ. അപ്പോ എന്ത് മറുപടി പറയും? അത് വളരെയേറെ പകരുന്ന, ആശങ്ക പടർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അള്ളാഹു ഒരു എളുപ്പത്തിലുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഇമ്മ തറയിന്ന മിനൽ ബശരി അഹദൻ, മനുഷ്യന്മാരുടെ കൂട്ടത്തില് ആരെങ്കിലും നീ കാണാനിടയായാൽ, അഹദൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെങ്കിലും നീ കാണാനിടയായാൽ,
അവര് വല്ലതൊക്കെ ചോദിക്കാനിടയുണ്ട്. പ്രത്യേകിച്ച് വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവത്തോട് അടുത്ത് നിൽക്കുന്ന ആ ഘട്ടത്തില് പലതും ആളുകൾ ചോദിച്ചെന്ന് വരും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ജനങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിന്നെ കാണാനിടയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നീ കാണാനിടയാവുകയാണെങ്കിൽ, ഫഖൂലി, അവരോടായിട്ട് മറിയമേ നീ ഇങ്ങനെ പറഞ്ഞോളൂ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ ഇന്ന് എന്റെ കാരുണ്യവാനായ സൃഷ്ടാവിനായിട്ട് ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ്. ആ വ്രതം ഞാൻ നേർച്ചയാക്കിയിരിക്കുകയാണ്. അത് മൗനവ്രതമാണ്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, എന്റെ കാരുണ്യവാനായ റബ്ബിനായിട്ട് ഞാൻ ഒരു നോമ്പ്, ഒരു വ്രതം നേർച്ചയാക്കിയിരിക്കുന്നു. ഫലൻ ഉഖല്ലിമൽ യൗമ ഇൻസിയ, അതിനാൽ ഇന്ന് ഞാൻ ഒരിക്കലും ഒരാളോടും സംസാരിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞോളൂ എന്നാണ്. വളരെ ഫലപ്രദമായ ഒരു തന്ത്രമാണ് അള്ളാഹു മറിയം റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനൊരു വ്രതം അനുഷ്ഠിച്ചിരിക്കുകയാണ്, മൗനവ്രതം. മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ സമൂഹത്തില് അങ്ങനെ ഒരു ആചാരവും പ്രാക്ടീസും ഉണ്ടായിരുന്നു എന്നാണ്. ആളുകള് മൗനവ്രതത്തിൽ ഏർപ്പെടുക എന്ന്. ഭക്ഷണം പാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള നമ്മളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള വ്രതം സ്വാഭാവികമായിട്ടും നാവിനും ഒരു ചങ്ങലയിടുന്ന ഒരു അനുഭവം തന്നെയാണ്. നിയന്ത്രിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന, അനാവശ്യമായ കാര്യങ്ങളൊന്നും സംസാരത്തിൽ കടന്നു വരാത്ത വിധത്തില് ആത്മനിയന്ത്രണം ഏർപ്പെടുത്തല് നോമ്പിന്റെ വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു തേട്ടമാണ്. ഇതിനു പുറമെ തന്നെ ബനു ഇസ്രായേൽ സമൂഹത്തില് അങ്ങനെ മൗനവ്രതം അനുഷ്ഠിക്കുന്ന ഒരു ആരാധനാ രീതി, ഒരു കർമ്മ രീതി നിലവിലുണ്ടായിരുന്നു എന്ന് ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും മറിയം റളിയല്ലാഹു അൻഹക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് ഈ തന്ത്രമാണ്. നീ വല്ല ആളുകളെയും കാണാനിടയായാൽ, അവര് വല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ മുതിരുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കുക, ഞാന് എന്റെ കാരുണ്യവാനായ റബ്ബിന്, ഇവിടെയും അള്ളാഹു എന്നതിന്റെ സ്ഥാനത്ത് അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അർ റഹ്മാൻ എന്ന്. ഖുർആനിൽ പലയിടത്തും ഈ രീതിയിൽ അർ റഹ്മാൻ എന്ന വാക്ക് അള്ളാഹ് എന്നതിന് പകരമായിട്ട് ഉപയോഗിച്ച് കാണാൻ കഴിയും. ഒരു കേവലമായ വിശേഷണം എന്നുള്ള നിലക്കല്ല, അള്ളാഹു എന്ന പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്നുള്ള നിലക്ക് അർ റഹ്മാൻ ഉപയോഗിച്ച് കാണാൻ കഴിയും. ഇന്നി നദർതു ലിർറഹ്മാൻ, ഞാൻ എന്റെ കാരുണ്യവാനായ റബ്ബിനായിട്ട് നേർച്ചയാക്കിയിരിക്കുന്നു സൗമ, ഒരു വ്രതം. അതുകൊണ്ട് ഫലൻ ഉഖല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ഇന്നൊരാളോടും സംസാരിക്കുകയില്ല ഒരു കാരണവശാലും. ഇതാണ് ആരെയെങ്കിലും കാണാനിടയായാൽ പറഞ്ഞുകൊള്ളാൻ അള്ളാഹു മറിയം റളിയല്ലാഹു അൻഹക്ക് നിർദ്ദേശം നൽകുന്നത്. ഇത് ദീർഘകാലമൊന്നും വേണ്ടി വരൂല. മറിയം പ്രസവിച്ചു, കുഞ്ഞ് ഭൂമുഖത്തെത്തി, അത് തൊട്ടിലിൽ കിടക്കുന്നത് വരെയുള്ള ഒരു സമയം, അതുവരെ മാത്രമേ മറിയം എന്തിനെങ്കിലും ആരോടെങ്കിലും മറുപടി പറയേണ്ടി വരുള്ളൂ. അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് നിന്നെ പിടികൂടുകയാണെങ്കിൽ അവരോട് ഇങ്ങനെ പറഞ്ഞേക്ക്, നിന്റെ റബ്ബിനായിട്ട് നീ ഒരു നോമ്പ് നോറ്റിരിക്കുകയാണ്, ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞോളൂ, എന്നിട്ട് മിണ്ടാതിരുന്നോളൂ. ഇതാണ് നൽകപ്പെടുന്ന നിർദ്ദേശം. കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുന്ന സമയമായതോടുകൂടി ഈ സംഗതികളിലും മാറ്റം വരുന്നുണ്ട്. അത് ഈ കഥാകഥനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് തുടർന്നുള്ള ആയത്തുകളിൽ വായിക്കാനും സാധിക്കും. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറിയം റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ വിവരണമാണ് നമുക്ക് ഈ ആയത്തുകളിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. വളരെ പ്രാധാന്യമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ആദ്യമായിട്ട് ഏർപ്പെട്ട പോരാട്ടം ബദറിന്റെ സ്മരണകൾ, ബദറിലെ ത്യാഗം, അതുപോലെ സമർപ്പണ ബോധം, അവിടെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ ശത്രുക്കൾക്കെതിരിൽ, തങ്ങളെ മൂന്നിരട്ടി എണ്ണം വരുന്ന ശത്രുക്കൾക്കെതിരിൽ അണിനിരന്ന ആ അനുഭവങ്ങൾ, അവരിൽ പലരും ഏറ്റുവാങ്ങിയ രക്തസാക്ഷ്യം, ഈ വക സംഗതികളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഒരു സമയമാണിത്. അള്ളാഹു ഈ നാളുകളുടെ സകലവിധ പുണ്യവും ഐശ്വര്യവും
ഏറ്റുവാങ്ങാനും ഈമാൻ വളരെ തെളിഞ്ഞതാക്കി മാറ്റുവാനും ഹൃദയം ശുദ്ധമായ വിധത്തില് അതിനെ പരിവർത്തിച്ചെടുക്കാനും ഒക്കെയുള്ള സൗഭാഗ്യവും അവസരവും നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തില് അവൻ നമ്മെ സ്വീകരിച്ച് ഖബൂലാക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.